بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ഇന്നലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മലയെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സാങ്കേതികമായ ചില അസൗകര്യങ്ങളും അതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയപ്പോൾ പുതുതായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പല ആളുകൾക്കും അത് മനസ്സിലാകാതെ പോവുകയും ചെയ്തു എന്ന് ഫീഡ്ബാക്ക് തന്നതിന്റെ അടിസ്ഥാനത്തിൽ ബസ്മല ഇന്നുകൂടി ഒന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനാണ് ബസ്മല എന്ന് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിനാണ് ബസ്മല എന്ന് പറയുന്നത്. ഗ്രന്ഥകർത്താവായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥം ആരംഭിച്ചിരിക്കുന്നത് ബസ്മല കൊണ്ടാണ്, അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം കൊണ്ടാണ്. ബസ്മല കൊണ്ട് തന്റെ ഗ്രന്ഥം ആരംഭിക്കുന്നതിനുള്ള ന്യായം എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ്? അതിന്റെ അടിസ്ഥാനം 3 കാര്യങ്ങളായിട്ടാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ ഗ്രന്ഥം ആരംഭിച്ചിരിക്കുന്നത് ബസ്മല കൊണ്ട് ആണെന്നത് തയമ്മുനൻ ബി കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായവും ആരംഭിച്ചിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മല കൊണ്ടാണ്. സൂറത്തു തൗബ ഒഴികെയുള്ള 113 അധ്യായങ്ങളും ആരംഭിച്ചിരിക്കുന്നത് ബസ്മല കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിന്റെ ഈ ശൈലിയെ അനുകരിക്കുന്നതിലൂടെ അള്ളാഹുവിനോട് അനുഗ്രഹവും അവന്റെ കാരുണ്യവും തേടുന്നതിന് വേണ്ടിയാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥം ബസ്മല കൊണ്ട് ആരംഭിച്ചിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാരണം. 2, ഇഖ്തിദാഅൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ കിതാബാതിഹി. ഇഖ്തിദാഅൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കിതാബാതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കൊക്കെ കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എഴുത്തുകുത്ത് നടത്തിയിട്ടുണ്ടോ ആ എഴുത്തുകുത്ത് എല്ലാം തന്നെ ബസ്മലയിലാണ് ആരംഭം കുറിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ് ഇലാ എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ കത്തുകളെല്ലാം തുടങ്ങിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കിതാബാത്തുകൾ ബിസ്മി കൊണ്ട് ആരംഭിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാനും റസൂലുള്ളാഹിനെ അനുകരിക്കാനും വേണ്ടിയാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ്
ഇവിടെ തന്റെ ഗ്രന്ഥം ബസ്മല കൊണ്ട് ആരംഭിച്ചിരിക്കുന്നത്. മൂന്നാമതായി ഇസ്തിനാസൻ ബിർറിവായ കുല്ലു അംറിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹ് ഫഹുവ അബ്തർ. കുല്ലു അംറിൻ, ഏതൊരു കാര്യം, ലാ യുബ്ദഉ, അത് ആരംഭിക്കുന്നില്ല, ഫീഹി ബിസ്മില്ലാഹ്, ആ വചനം അല്ലെങ്കിൽ ആ കാര്യം ആരംഭിക്കുന്നത് ബിസ്മില്ല കൊണ്ടല്ലെങ്കിൽ ഫഹുവ അബ്തർ, അത് അബ്തറാണ്. അത് എല്ലാവിധത്തിലുള്ള നിഅമത്തുകളും മുടങ്ങിയിട്ടുള്ള കാര്യമായിരിക്കും. ഈ മൂന്ന് അടിസ്ഥാനത്തിലാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് തന്റെ ഈ കൃതി ബസ്മല കൊണ്ട് ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞു. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്ന തരത്തിൽ വളരെ സാവകാശത്തിൽ ഞാൻ പറയാം. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട്, അർ-റഹ്മാനി, റഹ്മാനായിട്ടുള്ള, അർ-റഹീമി, റഹീമുമായിട്ടുള്ള, റഹ്മാനും റഹീമുമായിട്ടുള്ള അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആ വചനം യഥാർത്ഥത്തിൽ എവിടെ നിന്ന് നമുക്ക് കിട്ടി? മൂന്ന് രൂപത്തിൽ ഇതിനെക്കുറിച്ച് പറയപ്പെടാറുണ്ട്. പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നു ബസ്മല ആയത്തുൻ ഫിൽ കുതുബിസ് സാബിഖ, മുൻകാല വേദങ്ങളിൽ തന്നെ വന്നിട്ടുള്ള, മുൻകാല പ്രവാചകന്മാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വചനമാണ് ബസ്മല. അതിന്റെ ചില തെളിവുകൾ ഖുർആനിലുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് എഴുതിയ കത്ത് ബസ്മലയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം ആയത്തും മിനൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്, സൂറത്തുൻ നംലിൽ നിന്നുള്ള വചനമാണ്. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വചനത്തിൽ ബസ്മല വന്നിട്ടുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം ആയത്തുൻ ഫീ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നുള്ള ഒരു വചനമാണ് യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മല. എന്നാൽ മറ്റ് അധ്യായങ്ങളുടെ ആരംഭത്തിൽ കാണുന്ന ബസ്മലയെക്കുറിച്ച് എന്ത് പറയും? അത് സൂറത്തുൽ ബഖറ, സൂറത്തു ആൽ ഇംറാൻ, സൂറത്തുൻ നിസ എന്ന് തുടങ്ങി സൂറത്തുൻ നാസ് വരെയുള്ള അധ്യായങ്ങളിൽ, സൂറത്തു തൗബയല്ലാത്ത എല്ലാ അധ്യായങ്ങളുടെയും തുടക്കത്തിൽ ബസ്മല കാണും. അത് ആ അധ്യായത്തിലെ ഒരു വചനമായി പരിഗണിക്കില്ല. ആ അധ്യായത്തെ മറ്റു അധ്യായങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നതിനുള്ള അടയാളമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാം. ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് അൽ ബാ ബിൽ ബാ, ഈ ബാ കൊണ്ടാണ് തുടങ്ങുന്നത്, ബി കൊണ്ട്. ആ ബാഇന്റെ അർത്ഥം എന്താണ്? അവ്യയങ്ങൾ ഏതിനോട് ചേരുന്നുവോ അതിനനുസരിച്ച് അർത്ഥവ്യത്യാസങ്ങൾ വരും. ഈ ബാ ലിൽ ഇസ്തിആനതി വത്തബറുക്കി, ലിൽ ഇസ്തിആനതി വത്തബറുക്കി, അത് ഇസ്തിആനത്തിനും തബറുക്കിനും ഉള്ളതാകുന്നു. ലിൽ ഇസ്തിആനതി വത്തബറുക്കി, ഒന്ന് ഇസ്തിആനത്ത്, സഹായം തേടാൻ. അപ്പോൾ ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ സഹായം തേടുന്നു എന്നാൽ. തബറുക്കിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവന്റെ ബർക്കത്തുകൾ, അവന്റെ അനുഗ്രഹങ്ങൾ, അവന്റെ ആശിസ്സുകൾ ഞാൻ ചോദിക്കുന്നു എന്നാൽ. ബി എന്നതൊരു പ്രിപ്പോസിഷനാണ്. അതിന് ഒറ്റക്ക് അർത്ഥമുണ്ടാവില്ല. അത് ഏതൊന്നുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നുവോ ആ ബന്ധപ്പെട്ടു നിൽക്കുന്ന ക്രിയയുമായി ചേർന്നാണ് അതിന്റെ അർത്ഥം പറയുക. ഇവിടെ ബാഇന്റെ അർത്ഥം ഒന്ന് ഇസ്തിആന, സഹായം ചോദിക്കുക എന്നതാണ്. രണ്ട് തബറുക്ക്, ബർക്കത്ത് ചോദിക്കുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ പേരുകൊണ്ട്, അള്ളാഹിന്റെ പേരുച്ചരിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ പേരുകൊണ്ട്, ആ പേര് ഉച്ചരിച്ചുകൊണ്ട് അവനോട് ഞാൻ ബർക്കത്ത് ചോദിക്കുന്നു. അപ്പൊ ബാ ഞാൻ പറഞ്ഞ് അവസാനിച്ചു. ഇനി ഇസ്മുൻ എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത്. ബിസ്മില്ല എന്ന് പറയുന്നതിന് ഇസ്മാണ്. എന്താണ് ഇസ്മ്? ഇസ്മുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിന്റെ അർത്ഥം നാമം, പേര് എന്നുള്ളതാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം അല്ലെങ്കിൽ പേര് എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു പദമാണത്. ബിസ്മില്ലാഹി എന്ന് പറയുന്ന ഇസ്മ. ആ ഇസ്മ ഏത് പദത്തിൽ നിന്നുണ്ടായി എന്ന് നോക്കാം. ഒന്നുകിൽ മിനസ്സുമുവ്വി, സുമുവ് എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സുമുവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയരം എന്നാണ്, ഹൈനസിനാണ് പറയാ, ഉയരം. അപ്പൊ ഏതൊരു വ്യക്തി അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ആ വസ്തുവിന്റെ മേൽ ഉയർന്നു നിൽക്കുന്നത് ആ വസ്തുവിനെ അറിയിക്കാനുള്ള പേരായിരിക്കും. അല്ലെങ്കിൽ ആ സുമുവ് എന്ന പദത്തിൽ നിന്ന് ഇസ്മു എന്ന പദം ഡിറൈവ് ചെയ്തു വന്നതാകാം. അല്ലെങ്കിൽ മിനസ്സിമത്തി, സിമത്ത് എന്നുള്ള വാക്കിൽ നിന്നുണ്ടായി തീർന്നതായിരിക്കാം. സിമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ലക്ഷണം, അടയാളം എന്നാണ്. ഇത് രണ്ട് വ്യത്യസ്ത ധാതുക്കളാണ്. അറബി ഭാഷയിലെ രണ്ട് വ്യത്യസ്ത ധാതുക്കളാണ്. ഒന്ന് സുമുവ്, മറ്റൊന്ന് സിമത്ത്. സുമുവ് എന്ന് പറഞ്ഞാൽ ഉയരം എന്നും സിമത്ത് എന്ന് പറഞ്ഞാൽ അടയാളം എന്നുമാണ് അർത്ഥം. അടയാളം എന്നുമാണ് അർത്ഥം. അപ്പോൾ ഈ രണ്ടാലൊരു ധാതുവിൽ നിന്നാണ് ഇസ്മ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇസ്മ പേര്, ആരുടെ പേര്? അള്ളാഹുവിന്റെ പേര്. അള്ളാഹുവിന്റെ പേര്. പേര് എന്ന വാക്ക് ഒന്നുകിൽ അടയാളം എന്ന ധാതുവിൽ നിന്നുണ്ടായി, അല്ലെങ്കിൽ ഉയരം, ഉന്നതി എന്നതിൽ നിന്നുണ്ടായി. അത് ഭാഷാപരമായ ചർച്ചയാണ്. അത് തൽക്കാലം നിങ്ങൾ വിട്ടേക്കും. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ പേരുകൊണ്ട്. അള്ളാഹുവിന്റെ പേരുകൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ധാരാളം പേരുകളുണ്ട്. അസ്മാഉൽ ഹുസ്ന, ഉത്കൃഷ്ടമായ ഒട്ടനവധി പേരുകൾ അള്ളാഹുവിനുണ്ട്. അത് നമുക്കറിയില്ല എത്ര പേരാണ് എന്ന്. അതിൽ ചിലത് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ചിലത് അമ്പിയാക്കന്മാർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ചിലത് വിശുദ്ധ ഖുർആനിലും ഹദീസിലുമായി മുസ്ലിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പേര് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏതു പേരുമാകാം. അത് എല്ലാ പേരുകളെയും ഒരുപോലെ ഉദ്ദേശിക്കാവുന്ന തരത്തിലാണ് പ്രയോഗം. അപ്പൊ അള്ളാഹുവിന്റെ പേരുകൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എന്ന അടിസ്ഥാന പേരും അതിന് അനുബന്ധമായി വരുന്ന മറ്റേതെല്ലാം പേരുണ്ടോ ആ എല്ലാ പേരുകളും ഉദ്ദേശിക്കപ്പെടാം. അള്ളാന്റെ പേരുകൊണ്ട് ഞാൻ സഹായം ചോദിക്കുന്നു, അവന്റെ പേര് ചൊല്ലിക്കൊണ്ട് ഞാൻ ബർക്കത്ത് ചോദിക്കുന്നു എന്നായി. ഇനി എന്ന പദം അതെങ്ങനെ, ആ പദത്തിന്റെ ഉദ്ദേശം എന്താണ്? എന്ന പദം ഇസ്മുൻ അലൽ ബാരി ജല്ല വഅല, അലമുൻ അലൽ ബാരി ജല്ല വഅല. അലമുൻ അത് പ്രോപ്പർ നെയിമാണ്, പേരാണ്. അലൽ ബാരി സൃഷ്ടാവായ, ജല്ല വഅല അത്യുന്നതനായ സൃഷ്ടാവ്. അള്ളാഹുവിനെ പറയാനുള്ള, അവനെ വിളിക്കാനുള്ള പേരാണ് യഥാർത്ഥത്തിൽ അള്ളാഹ് എന്നുള്ളത്. വകുല്ലു അസ്മാഇഹി സുബ്ഹാനഹു വതആല താബിഅത്തുൻ ലഹു. എന്നാൽ മറ്റു പേരുകൾ, അള്ളാഹ് എന്നതല്ലാത്ത മറ്റു പേരുകൾ അതെല്ലാം തന്നെ അള്ളാഹ് എന്ന അടിസ്ഥാന നാമത്തിന് അനുബന്ധമായി വരുന്നവയാണ്. അടിസ്ഥാന നാമം അള്ളയാണ്. ഇനി അള്ളാഹ് എന്ന ഈ പേരിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ വിളിക്കാനുള്ള അടിസ്ഥാന നാമമായ അള്ളാഹ് എന്ന പദം എന്ത് അർത്ഥമാക്കുന്നു? അതിന്റെ അർത്ഥമാണ് ഏറ്റവും അധികം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ അർത്ഥം മല്ലഹു, മല്ലഹു. അതിന്റെ അർത്ഥം മല്ലഹു അൽ ഉബൂദിയ്യത്തു വൽ ഉലൂഹിയ്യത്തു അലാ ഖൽഖിഹി അജ്മഈൻ. മല്ലഹു അൽ ഉബൂദിയ്യത്തു വൽ ഉലൂഹിയ്യത്തു അലാ ഖൽഖിഹി അജ്മഈൻ. അള്ളാഹ് എന്നത് ഒരുവനാണ്, മൻ യാതൊരുവനാണ്, ലഹു ആ അള്ളാഹുവിനാണ്, അൽ ഉബൂദിയ്യത്തു എല്ലാവിധ അടിമത്വവും, വൽ ഉലൂഹിയ്യത്തു എല്ലാവിധ ആരാധ്യതയും നൽകേണ്ടത് ആര്? അലാ ഖൽഖിഹി അവന്റെ സൃഷ്ടികൾ, അജ്മഈൻ അവരെല്ലാവരും. അപ്പോൾ മുഴുവൻ സൃഷ്ടികളും ആരാധനയും അടിമത്വവും നൽകാൻ തരപ്പെട്ടവനാരോ അവൻ എന്നാണ് അള്ളാഹ് എന്ന നാമത്തിന്റെ അർത്ഥം. ഇത് ഹബ്റുൽ ഉമ്മ
തർജുമാനുൽ ഖുർആൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നൽകിയിട്ടുള്ള അർത്ഥമാണ്, അദ്ദേഹം നൽകിയിട്ടുള്ള വ്യാഖ്യാനമാണ്. ഷെയ്ഖുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ നോട്ടിന്റെ അടിയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ അല്ലാഹ് എന്ന അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമായ ആ പദത്തിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ മൻ ലഹു അൽ ഉബൂദിയ്യത്തു വൽ ഉലൂഹിയ്യത്തു അലാ ഖൽഖിഹി അജ്മഈൻ. മൻ ലഹു അൽ ഉബൂദിയ്യത്തു വൽ ഉലൂഹിയ്യത്തു അലാ ഖൽഖിഹി അജ്മഈൻ. മുഴുവൻ സൃഷ്ടിജാലങ്ങളും മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും മേൽ ആരാധനയും അടിമത്വവും കടമയായിട്ടുള്ളത് ആർക്കാണോ അവനെയാണ് അല്ലാഹ് എന്ന് പറയുക. ഉലൂഹിയ്യത്തും ഉബൂദിയ്യത്തും നൽകപ്പെടണം. ഉലൂഹിയ്യത്ത് എന്ന് പറയുന്ന ആ ധാതുവിൽ നിന്നാണ് അല്ലാഹ് എന്ന നാമം ഉണ്ടായിട്ടുള്ളത്. ഉലൂഹിയ്യത്ത് എന്ന് പറയണമെങ്കിൽ ഉബൂദിയ്യത്ത് കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് മുഴു സൃഷ്ടികളും എല്ലാവിധ ആരാധനകളും എല്ലാവിധ അടിമത്വവും നൽകപ്പെടേണ്ടവനാരോ അവൻ എന്നാണ് അല്ലാഹ് എന്ന ആ മഹത്തായ നാമത്തിന്റെ അർത്ഥം. അപ്പോൾ അല്ലാഹ് എന്ന ആ മഹത്തായ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ സഹായം ചോദിക്കുന്നു, ഞാൻ ബർക്കത്തുകൾ ചോദിക്കുന്നു എന്നാണ്. ആ അല്ലാഹുവിനെ വിശേഷിപ്പിക്കുന്നു അവന്റെ രണ്ടു നാമങ്ങൾ പറഞ്ഞിട്ട്. ഒന്ന് അർ റഹ്മാൻ, മറ്റൊന്ന് അർ റഹീം. അർ റഹ്മാൻ, അർ റഹീം, ഇങ്ങനെ രണ്ട് നാമങ്ങളുണ്ട്. ഒന്നാമത്തേത് നമുക്ക് നോക്കാം, അർ റഹ്മാൻ എന്നുള്ളതാണ്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ മിൻ അസ്മാഇല്ലാഹിൽ മുഖ്തസ്സത്തി ബിഹി വലാ യുത്ലഖു അലാ ഗൈരിഹി. അല്ലാഹുവിന് മാത്രം വിളിക്കാവുന്ന പേരാണ്, മറ്റാർക്കും ആ പേര് വിളിച്ചുകൂടാ. അതിന്റെ അർത്ഥം എന്താണ്? അൽ മുത്തസിഫു ബിർറഹ്മത്തിൽ വാസിഅ. റഹ്മാൻ എന്നതിന്റെ അർത്ഥം അൽ മുത്തസിഫു ബിർറഹ്മത്തിൽ വാസിഅ. അതിന്റെ അർത്ഥം അതാണ്, അൽ മുത്തസിഫു ബിർറഹ്മത്തിൽ വാസിഅ. അവൻ മുത്തസിഫ് വിശേഷണമുള്ളവനാണ്, റഹ്മത്ത് എന്ന വിശേഷണമുള്ളവനാണവൻ. എങ്ങനെയുള്ള റഹ്മത്ത്? വാസിഅ, വിശാലമായ, സമൃദ്ധമായ, സമ്പൂർണമായ, വിശാലവും സമൃദ്ധവും സമ്പൂർണവുമായ റഹ്മത്ത്. റഹ്മത്ത് എന്ന ഗുണം ഉള്ളവനാരോ അവനാണ് റഹ്മാൻ. റഹ്മത്ത് എന്ന ഗുണം അതെന്ത് എന്ന് ശേഷം നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ തൽക്കാലം റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു പേരാണ്. ആ പേരിൽ ഉൾച്ചേർന്നിരിക്കുന്നത് എന്താണ്? ആ പേരിന്റെ അർത്ഥം എന്താണ്? അൽ മുത്തസിഫു ബിർറഹ്മത്തിൽ വാസിഅ, വിശാലവും സമൃദ്ധവും സമ്പൂർണവുമായ റഹ്മത്ത് എന്ന വിശേഷണമുള്ളവൻ എന്നാണ്. ഇനി അള്ളാഹുവിനെ കുറിച്ച് അടുത്തതായി പറയുന്നു, അവൻ അർ റഹ്മാൻ അർ റഹീം, അവൻ റഹീമാണ് എന്ന് പറയുന്നു. അവൻ റഹീമാണ് എന്ന് പറയുന്നു. എന്താണ് റഹീം? എന്താണ് റഹീം എന്ന് നമ്മൾ നോക്കണം. റഹീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന് ഇസ്മും മിൻ അസ്മാഇല്ല, അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ്. ആ നാമത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ് അതിൽ ഉൾച്ചേർന്ന് കിടക്കുന്ന ഗുണവിശേഷം എന്താണ്? മഅനാഹു, അതിന്റെ അർത്ഥം അൽ മുത്തസിഫു ബിർറഹ്മതി അൽ വാസിലതി. അൽ മുത്തസിഫു വിശേഷണമുള്ളവനാണവൻ. റഹ്മത്ത്, റഹ്മത്ത് എന്ന വിശേഷണമുണ്ട്, നേരത്തെ പറഞ്ഞതല്ലേ. പക്ഷെ നേരത്തെ പറഞ്ഞത് സമൃദ്ധവും സമ്പൂർണവും വിശാലവുമായ റഹ്മത്താണ്. ഇവിടുത്തേത് വാസില, വാസിലത്തായ റഹ്മത്താണ്. എന്താ വാസിലത്തായ റഹ്മത്ത്? വാസിലത്തായ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആ റഹ്മത്ത് അവന്റെ സൃഷ്ടികളിലേക്ക് എത്തുന്നതാണ്, സൃഷ്ടികൾക്ക് അതവൻ നൽകുന്നതാണ്. അപ്പോൾ സൃഷ്ടികൾക്ക് ധാരാളം ധാരാളം റഹ്മത്ത് ചെയ്യുന്നവരും എല്ലാ വിശാലവും സമൃദ്ധവും സമ്പൂർണവുമായ റഹ്മത്തിന്റെ ഉടമയുമായ റഹീമും റഹ്മാനുമായ അല്ലാഹു. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോ ഈ സമൃദ്ധവും സമ്പൂർണമായ റഹ്മത്തുള്ളവൻ, സൃഷ്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റഹ്മത്തുള്ളവൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് റഹ്മത്ത്? ആ റഹ്മത്തിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അതിന്റെ റഹ്മത്ത്, ആ അർത്ഥം ഇവിടെ നിന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. അർ റഹ്മത്തു, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ ഉസ്മത്തു വത്തൗഫീഖ്. അത് ഉസ്മത്തും തൗഫീഖുമാണ്.
ഉസ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഉസ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഉസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷണം അല്ലെങ്കിൽ കാവൽ എന്നാണ്. ഉസ്മത്ത് സംരക്ഷണം അല്ലെങ്കിൽ കാവൽ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ എന്തെല്ലാം ഭയപ്പെടുന്നു, എന്തെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നു, ആ കാര്യങ്ങളിലെല്ലാം നമുക്ക് രക്ഷ നൽകുക. ഇതാണ് തൗഫീഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദവി നൽകുക. എന്തെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് കിട്ടാൻ, നിവർത്തിച്ചു കിട്ടാൻ, സഫലമാകാൻ ഉദവി നൽകുക. ഇതാണ് തൗഫീഖിന്റെ അർത്ഥം. അപ്പോ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേർന്നതാണ്, ഒന്നൊറ്റക്കല്ല, രണ്ടും കൂടി ചേർന്നത്. അൽ ഉസ്മത്തു വത്തൗഫീഖ്, എല്ലാ നല്ല കാര്യങ്ങളും കിട്ടാനുള്ള തൗഫീഖും എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള കാവലും, ഇത് രണ്ടും കൂടി ചേർന്ന ആശയത്തിനാണ് റഹ്മ എന്ന് പറയുന്നത്. ഈ ആശയം, ഈ മഅന, അതിന്റെ സമ്പൂർണവും സമൃദ്ധവും വിശാലവുമായ രൂപത്തിൽ അള്ളാഹുവിനുണ്ട്. അതാണ് അൽ മുസ്തസിഫു ബിസിഫത്തുർ റഹ്മ അൽ വാസിഅ എന്ന് പറഞ്ഞത്. അതവനുണ്ട് എന്ന് മാത്രമല്ല, അതവൻ അവന്റെ സൃഷ്ടികൾക്ക് നൽകുന്നവനാണ്. അതാണ് റഹീം. അൽ മുസ്തസിഫു ബിസിഫത്തുർ റഹ്മത്തിൽ വാസിലത്തി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വിശദീകരിക്കാം. ഒന്ന് വിശദീകരിക്കുന്നത്, റഹ്മ എന്ന് പറഞ്ഞാൽ അൽ ഹുസൂലു അലാ മത്ലൂബിക്, അൽ ഹുസൂലു അലാ മത്ലൂബിക്. നീ എന്താണോ പേടിക്കൊണ്ടിരിക്കുന്നത്, എന്താണോ നിനക്ക് ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത്, അത് നിനക്ക് ലഭിക്കുക. രണ്ടാമത്തേത് അന്നജാതു, രക്ഷപ്പെടുക എന്നുള്ളതാണ്. മിൻ മഹ്ദൂരിക്, ഏത് കാര്യത്തെയാണോ നീ സൂക്ഷിക്കുന്നത്, ഏത് കാര്യത്തെയാണോ നീ ഭയപ്പെടുന്നത്, ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് അൽ ഗുഫ്റാനു മിമ്മാ മളാ മിൻ ദുനൂബിക്, അൽ ഗുഫ്റാനു മിമ്മാ മളാ മിൻ ദുനൂബിക്, നിന്റെ പാപങ്ങളിൽ നിന്ന് കഴിഞ്ഞതെല്ലാം നിനക്ക് പുറത്തു തരിക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? നീ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല കാര്യവും അള്ളാഹു നിനക്ക് സഫലമാക്കി തരട്ടെ എന്നും, നീ ഭയപ്പെടുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹു നിനക്ക് രക്ഷയേകട്ടെ എന്നും, നിന്റെ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ എന്നും, ഇത് മൂന്നും കൂടി ചേർന്നിരിക്കുന്ന ആശയമാണ് റഹ്മ. ഇത് ചെയ്യുക എന്ന ഈ മഅന അതിന്റെ സമ്പൂർണവും സമൃദ്ധവും വിശാലവുമായ അർത്ഥത്തിൽ അള്ളാഹുവിനുണ്ട് ആ വിശേഷണം. അതവനുണ്ട് എന്ന് മാത്രമല്ല, അതവൻ നൽകുന്നു അവന്റെ സൃഷ്ടികൾക്ക്. അവൻ റഹീമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥന ഇവിടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ തൽക്കാലം ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം എല്ലാം കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നതിനാലാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയിൽ ഇങ്ങനെ കാണാം. അതില് ആ ദുആയിൽ اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير എന്ന് കഴിഞ്ഞതിന് ശേഷം رحمن الدنيا والآخرة ورحيمهما, അത് വിളിക്കുകയാണ്. റഹ്മാന ദുനിയ വൽ ആഖിറത്തി വറഹീമഹുമ, ദുനിയാവിൽ റഹ്മാനായിട്ടുള്ളവരെ, എല്ലാ സമ്പൂർണവും സമൃദ്ധവും വിശാലവുമായ റഹ്മത്ത് ഉള്ളവനായിട്ടുള്ളവരെ ഈ ദുനിയാവിൽ, വൽ ആഖിറ, പരലോകത്ത് വരുമ്പോൾ അവിടെയും എല്ലാ റഹ്മത്തും സമൃദ്ധവും വിശാലവും സമ്പൂർണവുമായ അർത്ഥത്തിലുള്ളവരെ, വറഹീമഹുമ, അതുണ്ട് എന്ന് മാത്രമല്ല അത് ഇഷ്ടം പോലെ യഥേഷ്ടം നിന്റെ അടിമകൾക്ക്, നിന്റെ സൃഷ്ടികൾക്ക് നൽകുന്നവനാണ്. ഹുമ, ഈ രണ്ട് ലോകത്തും, അഥവാ ദുനിയാവിലും പരലോകത്തും. അപ്പൊ ദുനിയാവിലും പരലോകത്തിലും റഹ്മാനും റഹീമുമായിട്ടുള്ളവനെ. ഈ ഹദീസ് ഞാനിവിടെ ഉദ്ധരിക്കാൻ കാരണം ബസ്മലയുടെ അർത്ഥം പാരമ്പര്യ രീതിയിൽ പഠിച്ചു വരുമ്പോ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദുനിയാവിന് റഹ്മത്ത് ചെയ്തു കൊടുക്കുന്നവൻ, റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് റഹ്മത്ത് ചെയ്തു കൊടുക്കുന്നവൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. ചിലർ ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള തെറ്റായ അർത്ഥങ്ങൾ അല്ലെങ്കിൽ അത് സമ്പൂർണമല്ലാത്ത അർത്ഥങ്ങൾ തിരുത്താൻ വേണ്ടിയാണ്. അള്ളാഹു റഹ്മാൻ ഇവിടെയും റഹ്മാനാണ്, പരലോകത്തും റഹ്മാനാണ്.
അള്ള ഇവിടെയും റഹീമാണ്, പരലോകത്തും അല്ലാഹു റഹീമാണ്. അതാണ് റഹ്മാന ദുനിയാ വൽ ആഖിറതി വറഹീമഹുമാ. അപ്പൊ എന്തായി? എല്ലാ വിധത്തിലുള്ള റഹ്മത്തും, സമ്പൂർണവും സമൃദ്ധവും വിശാലവുമായ റഹ്മത്ത് അതിന്റെ ഉടമയായിട്ടുള്ളവനാണ്. ആ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഹുസൂലു അലാ മത്ലൂബിക്, നജാതു മിൻ മഹ്ദൂരിക്, അൽ-ഗുഫ്റാനു മിമ്മാ മളാ മിൻ ദുനൂബിക്. എല്ലാ നല്ല കാര്യങ്ങളും ലഭിക്കുക, എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുക, പാപങ്ങൾ പുറത്തു കിട്ടുക. ഇതിനുള്ള ഈ ഗുണം അത് പൂർണ്ണർത്ഥത്തിലുള്ളവനായ അല്ലാഹു, അതവന്റെ സൃഷ്ടികൾക്ക് ധാരാളമായി നൽകുന്നവനായ അല്ലാഹു, അത് ഇഹത്തിലും പരത്തിലും അങ്ങനെയായിട്ടുള്ളവനായ അല്ലാഹു, റഹ്മാനും റഹീമുമായിട്ടുള്ള അല്ലാഹ്, അവന്റെ അടിസ്ഥാന നാമമായ അല്ലാഹ് എന്ന നാമം കൊണ്ട്, അതുപോലെ തന്നെ അതിനനുബന്ധമായി വരുന്ന മറ്റ് അസ്മാഉൽ ഹുസ്ന കൊണ്ട് എന്ത് ഞാൻ സഹായം ചോദിക്കുന്നു, ഞാൻ ബർക്കത്ത് ചോദിക്കുന്നു. എന്തിന്? മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ ഗ്രന്ഥം ലഭിക്കുമ്പോൾ ഈ ഗ്രന്ഥരചനയുടെ കാര്യത്തിൽ അത് നല്ല നിലയിൽ പൂർത്തീകരിച്ച് എല്ലാ നല്ല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താനുള്ള തൗഫീഖ് വേണം. അതിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളും അബദ്ധങ്ങളും ആപത്തുകളും വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കാവൽ തരണം എന്നുള്ളതാണ്. നമ്മൾ ആ വചനം ആവർത്തിക്കുമ്പോൾ, ഇവിടെ ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആ മഹത്തായ നാമം, അള്ളാഹ് എന്ന നാമം, മറ്റു നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു, അവനോട് ബർക്കത്ത് ചോദിക്കുന്നു. അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, റഹ്മാനും റഹീമുമായ അവനോട് നമ്മൾ സഹായം ചോദിക്കുന്നത് ഈ ഗ്രന്ഥം പഠിക്കാൻ, അതിലുള്ള എൽമ് ഉൾക്കൊള്ളാൻ, അത് ജീവിതത്തിൽ കർമ്മപദത്തിൽ കൊണ്ടുവന്ന് അമലാക്കി തീർക്കാൻ, ഏതെങ്കിലും തരത്തിൽ അതിലുള്ള കെടുതികളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കാവൽ നൽകാൻ, നമ്മുടെ അടുക്കൽ കഴിഞ്ഞു പോയിട്ടുള്ള വീഴ്ചകളുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി 4 മിനിറ്റ് മാത്രമാണുള്ളത്, അതുകൊണ്ട് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. ഈ ഉസൂലു സലാസയുടെ തുടക്കം മാത്രം. ഇഅ്ലം റഹിമകല്ലാഹു അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസായില. ഇഅ്ലം റഹിമകല്ലാഹു അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസായില. ഇതങ്ങനെ തന്നെ നിങ്ങൾ വായിക്കണം. ഇനി ഇതിന്റെ ഒരു എംബഡഡ് കണ്ടന്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അറബിയിൽ വായിക്കുന്ന നല്ല രൂപം നിങ്ങൾക്ക് അതിൽ നിന്ന് കേൾക്കാവുന്നതുമാണ്. ഈ ഇലം അതിന്റെ അർത്ഥം മാത്രം പറയാം. നീ മനസ്സിലാക്കുക, നീ അറിയുക, നീ ഇൽമ് ഉൾക്കൊള്ളുക. എന്താണ് ഇൽമ് എന്നത് വിശദീകരിക്കാം. അത് ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിക്കാം. റഹിമകല്ലാഹ്, അവിടെ ഒരു ദുആ, ജുംല ഇൻഷാഇയ്യ, ദുആഇയ്യ. ഇന്നലെ ഞാൻ പറഞ്ഞു 2 തരത്തിലാണ് ജുംല, ഒന്ന് ഖബരിയ്യ, മറ്റൊന്ന് ഇൻഷാഇയ്യ. അതിലെ ഇൻഷാഇയ്യായ ഒരു ജുംലയാണ്, ഇവിടെ ദുആയാണ്, അള്ളാഹിനോടുള്ള ദുആയാണ്. റഹിമകല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് തരട്ടെ. അള്ളാഹു നിനക്ക് റഹ്മത്ത് തരട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അർത്ഥം മനസ്സിലാക്കി. നീ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു നിനക്ക് സഫലമാക്കി തരട്ടെ. നീ ഭയപ്പെടുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അവൻ നിനക്ക് രക്ഷയേകട്ടെ, കാവലേകട്ടെ. നിന്റെ അടുക്കൽ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ നിനക്ക് പുറത്തു തരട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. ആ ദുആയോട് കൂടിയിട്ട് പറയുന്നു, ഈ ഇൽം, നീ ഇൽമ് നേടണം, അറിവ് നേടണം. ഇത് ഖുർആനിന്റെ ശൈലിയാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂറത്തു മുഹമ്മദിൽ അള്ളാഹു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് ജനങ്ങളോട് പറയുമ്പോൾ ഈ ശൈലിയിലാണ്, അള്ളാഹ് ഈ ശൈലിയാണ് ഉപയോഗിച്ചത്. അതിനനുകരിക്കുകയാണ് മുസന്നിഫ്. ഈ ഇൽം, നീ ഇൽമ് ഉൾക്കൊള്ളുക. റഹിമകല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റഹ്മത്ത് ചെയ്തു തരട്ടെ. റഹ്മത്ത് എന്ന് പറയാനല്ലാതെ മലയാളത്തിൽ ഒരൊറ്റ വാക്കും അതിന് പകരം വെക്കാനില്ല, ഒരു മലയാളം ഈക്വലന്റ് ഇല്ല. കാരണം ആ 3 ആശയങ്ങളും കൂടി ഒരുമിച്ചിട്ടുള്ളൊരാശയമാണ് റഹ്മത്ത്. അന്നഹു, നിശ്ചയമായും കാര്യം, യജിബു അലൈന, നമുക്ക് നിർബന്ധമാണ്, യജിബു നമുക്ക് നിർബന്ധമാണ്, അലൈന നമ്മുടെ മേൽ, തഅല്ലുമു ഇൽമു നേടുക എന്നുള്ളത്, 4 മസായില 4 മസ്അലകളെ കുറിച്ച്. മസ്അലത്ത് മസായിൽ
അവയെക്കുറിച്ച് അറിവ് നേടുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് 4 മസലയിലേക്ക് കിടക്കുകയാണ്. എന്താണ് ഇൽമ്? അത് ഇൻഷാ അല്ലാഹ് നാളെ ഞാനത് പറയും. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകൾ അവർക്കുള്ള സംശയങ്ങൾ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിന് മെസ്സേജ് ചെയ്യാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസിന്റെ മുമ്പായി ഞാൻ അതിന്റെ ഉത്തരം ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടിരിക്കും. അതാണ്. അല്ലാതെ ക്ലാസ് സമയത്ത് ഇന്ററപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഒരുപാട് മറ്റു വിഷയങ്ങളിലുള്ള സംശയങ്ങൾ തീർക്കാവുന്ന അവസരമല്ല ഇത്. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ അവ്യക്തതയുണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്ക് മെസ്സേജ് ആയിട്ട് ഇതിലുള്ള നമ്മളെ ടീച്ചറുടെ ഐഡിയിൽ, അഡ്മിനിസ്ട്രേറ്ററുടെ ഐഡിയിലല്ല, ടീച്ചറുടെ ഐഡിയിൽ dhskteacher@gmail.com എന്ന ഐഡിയിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. അപ്പൊ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയമാണെങ്കിൽ എനിക്കറിയാമെങ്കിൽ അതിന്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് ചെയ്തിരിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നമുക്ക് പൂർത്തിയാക്കാം. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.